കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്ത്, കോട്ടയം ടൗണിനടുത്ത് തോട്ടയ്ക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. നോർത്ത് ഫേസിംഗ് ആയിട്ട് 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമോട് കൂടിയ അതിൻ്റെ ബാക്കി സൗകര്യങ്ങളെല്ലാം. ബാക്കി സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫോമൽ ലിവിങ്, ഫാമിലി ലിവിങ് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഡൈനിങ്, കിച്ചൺ, യൂട്ടിലിറ്റി, എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ്, കോമൺ ബാത്റൂം, ഡബിൾ സ്റ്റോറി ആയിട്ടാണ് ഈ പ്രോജക്റ്റ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്ലാനും എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ഇതാണ് ഈ പറഞ്ഞ പോലെ നോർത്ത് ഫേസിംഗ് ആയിട്ട് നിൽക്കുന്നു. അപ്പം ഇതാണ് നോർത്തിലേക്കാണ് റോഡിൻ്റെ ഫേസിംഗ് വരുന്നത്. പറഞ്ഞ പോലെ ബെഡ്റൂംസ്, ഇത് ഒരു ബെഡ്റൂം, സെക്കൻഡ് ബെഡ്റൂം, 2 ബെഡ്റൂം വരുന്നു. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ടിപ്പിക്കലായിട്ട് തന്നെ 2 ബെഡ്റൂം വന്നിട്ടുണ്ട്. എല്ലാ ബെഡ്റൂംസും നമ്മൾ അറ്റാച്ച്ഡ് ആണ്. റൂം സൈസ് ഓൾമോസ്റ്റ് 14x12 സൈസിൽ, അതുപോലെ 12x12 കുറയാതെയൊക്കെ റൂം സൈസുകൾ വന്നിട്ടുണ്ട്. എല്ലാ ബെഡ്റൂംസിൻ്റെ ബാത്റൂംസും ഈ പറയുന്ന പോലെ ഡ്രസ്സിങ് ഏരിയ കൊടുത്ത്, ഡ്രസ്സിങ് ഏരിയക്കകത്തുനിന്ന് ടോയ്ലറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന വിധത്തിൽ വെറ്റും ഡ്രൈയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂംസിനെല്ലാം തന്നെ ഈ പറയുന്ന വാർഡ്രോബ്, ബേ വിൻഡോ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ പ്രൈവസിയുടെ കാര്യത്തിലാണെങ്കിൽ ഫോമൽ ലിവിങ് കയറി ഫോമൽ ലിവിങ്ങിൽ നിന്ന് ഫാമിലി ലിവിങ് ലെഫ്റ്റായിട്ട് തിരിയുന്നതുകൊണ്ട് നമുക്ക് ഫോമൽ ലിവിങ്ങിൽ നിന്ന് ബാക്കിയുള്ള ഏരിയയിലേക്ക് ഒന്നും ആക്സസ് വരാതെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് നമുക്ക് ഡൈനിങ്ങിലേക്കൊരു ഏരിയ, സെയിം ടൈം ഡൈനിങ്ങിൽ നിന്ന് നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യങ്ങൾ, എല്ലായിടത്തും നമുക്ക് ക്രോസ് വെന്റിലേഷൻസ് പോസിബിൾ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ക്രോസ് വെന്റിലേഷൻ കിട്ടുന്നുണ്ട്, ബെഡ്റൂംസിന് ക്രോസ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഇവൻ യൂട്ടിലിറ്റി ആയാലും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ ക്രോസ് വെന്റിലേഷൻ്റെ കാര്യങ്ങൾ എല്ലാം നമുക്ക് ക്രോസ് വെന്റിലേഷൻസും ബേ വിൻഡോയും എല്ലാം കൊടുക്കും. ഈ ഒരു ഓറിയൻറ്റേഷനിലാണെങ്കിലും നമുക്ക് ക്രോസ് വെന്റിലേഷൻസ് പോസിബിളാണ്. അപ്പോൾ ഇതാണ് പ്ലാനിനെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ, അമ്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ച് വന്നിരിക്കുന്നത് ആക്ച്വലി പറഞ്ഞാൽ ഇതാണ് 2084 സ്ക്വയർ ഫീറ്റിലാണ് ഇത്രയും പ്രൊവിഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ബാൽക്കണി കിട്ടുന്നുണ്ട്, ബാക്കിൽ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എലിവേഷൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിൽ എടുത്തു പറയത്തക്കതായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഞങ്ങൾ 7 ഫീറ്റ് കൊടുത്തുകൊണ്ട് ആ ലാൻഡിങ്ങിൽ നിന്ന് ഒരു ബാൽക്കണി പോലെ പ്രൊജക്റ്റ് ചെയ്ത് വെളിയിലേക്ക് കൊടുത്തു. മാത്രമല്ല ആ ബാൽക്കണിയുടെ പാസേജിൽ തന്നെ പ്ലാനിനകത്ത് വ്യക്തമാണ് ഞങ്ങളിവിടെ ഒരു ബേ വിൻഡോയും കൊടുത്തു. പിന്നെ ഈ ഒരു RR ടൈപ്പ് ക്ലാഡിങ് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഈ പ്ലാന്റിങ് ഏരിയയിൽ ഇവിടെ ഒരു ചെറിയൊരു കോട്ടയാട് പോലെ ക്രിയേറ്റ് ചെയ്ത് കട്ടൗട്ട് കൊടുത്ത് ചെർമിലിയ എന്ന് പറയുന്നൊരു പ്ലാന്റാണ് ഇതിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് വരാനായിട്ടുള്ളത്. പിന്നെ ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യമായിരുന്നു മിനിമലിസ്റ്റിക് ആയിരിക്കണം ഡിസൈൻ എന്നുള്ളത്. സെയിം ടൈം ഒരു ട്രോപ്പിക്കൽ പാറ്റേൺ കിട്ടുകയും വേണം. അപ്പം കോസ്റ്റിൻ്റെ ഫാക്ടർ ഒരുപാട് കൂടുതലാകുന്നുണ്ട്. എന്നാൽ പ്ലെയിൻ ബോക്സി ഒരു കണ്ടംപററി പോലെ ആയിരിക്കരുതെന്നും പറഞ്ഞതുകൊണ്ട് ഓരോ എലമെൻറ്റിലും സ്റ്റെയർകേസ് ലിവിങ്ങിൻ്റെ അവിടുത്തെ ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ട് അവിടെ ഒരു സിംഗിൾ ചായ്വ് കൊടുത്ത്, അതുപോലെ ബെഡ്റൂംസിനൊക്കെ ഒരു സിംഗിൾ ചായ്വ് കൊടുത്ത് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബാൽക്കണി പോലുള്ള ഏരിയ വന്നപ്പം ജാടി കൊടുത്ത് ഒരു റൗണ്ട് റിങ്ങിൻ്റെ ഒരു പ്രൊവിഷനൊക്കെ കൊടുത്താണ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓവറോളാണ് ഇതിൻ്റെ ഒരു എലിവേഷന്. ഈ പ്ലാനിന് ഇഷ്ടമായാൽ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.